നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ശരിയായ ഒരു ട്രയൽ റണ്ണാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണം പിടിക്കാൻ BJP പുത്തൻ തന്ത്രങ്ങൾ മെനയുന്നു. പ്രധാനമായും നിലവിൽ BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭ നിലനിർത്തുക. രണ്ടാമത്തെ പാർട്ടി അജണ്ട തലസ്ഥാന നഗരമായ തിരുവനന്തപുരം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം. 100 സീറ്റുകളുള്ള തിരുവനന്തപുരം നഗരസഭയിൽ കേവലം 52 സീറ്റുകൾ മാത്രമാണ് ഇടതുമുന്നണിക്കുള്ളത്. 35 സീറ്റുള്ള BJP ആണ് ഇവിടുത്തെ പ്രതിപക്ഷം. UDF-ന് വെറും 10 സീറ്റുകൾ മാത്രം. തിരുവനന്തപുരം പിടിക്കാൻ മുൻ കേന്ദ്ര സഹമന്ത്രിയായ V. മുരളീധരനെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുവാനുള്ള മാസ്റ്റർ പ്ലാനാണ് BJP കേന്ദ്ര നേതൃത്വം തയ്യാറാക്കിയിരിക്കുന്നത്. 2020 തെരഞ്ഞെടുപ്പിൽ പലയിടത്തും നാമമാത്രമായ വോട്ടുകൾക്കാണ് BJP പരാജയപ്പെട്ടത്. കഴക്കൂട്ടം, തിരുവനന്തപുരം, നേമം, വട്ടിയൂർക്കാവ് എന്നിവിടങ്ങളിൽ BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം പിടിക്കാൻ സാധിച്ചാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലങ്ങളിൽ BJPക്ക് MLA-മാർ ഉണ്ടാകുമെന്ന് പാർട്ടി വിശ്വസിക്കുന്നു. കേന്ദ്രത്തിലെ ചില താക്കോൽ സ്ഥാനങ്ങൾ സ്വപ്നം കാണുന്ന V. മുരളീധരന്റെ പേര് മേയർ സ്ഥാനത്തേക്ക് BJP കേന്ദ്ര നേതൃത്വവും RSSും ചേർന്ന് നിർദ്ദേശിച്ചാൽ പാർട്ടി സംഘടനാ സംവിധാനം അനുസരിച്ച് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഒരു തവണ നഗരസഭ പിടിച്ചാൽ സ്മാർട്ട് സിറ്റി ഉൾപ്പെടെയുള്ള കേന്ദ്ര പദ്ധതികൾ പലതും തലസ്ഥാനത്ത് പൂർണ്ണ സജ്ജമാക്കി വികസനത്തിന്റെ അംബാസഡർമാരായി മാറാൻ BJP ശ്രമിക്കുകയും അതിലൂടെ പാലക്കാട് മോഡൽ തുടർഭരണം സാധ്യമാകുമെന്നും BJP നേതൃത്വം കണക്ക് കൂട്ടുന്നു. LDF മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള പല CPM നേതാക്കന്മാർക്കെതിരെയും തലസ്ഥാനത്ത് ജനവികാരം ശക്തമാണ്. തിരുവനന്തപുരത്ത് കോൺഗ്രസ് വളരെ ദുർബലവുമാണ്. ഉമ്മൻചാണ്ടിയുടെ കാലശേഷം തിരുവനന്തപുരത്ത് UDF സംവിധാനങ്ങൾ വിഭാഗീയതയ്ക്കും ഗ്രൂപ്പ് രാഷ്ട്രീയങ്ങൾക്കും വഴി തെളിച്ചിരിക്കുന്നു. DCC പ്രസിഡന്റായ പാലോട് രവിയുടെ പ്രവർത്തനങ്ങൾ ഒട്ടും ശക്തമല്ല. ഇതും BJPക്ക് വിജയപ്രതീക്ഷ നൽകുന്നു. BJP കേന്ദ്ര നേതൃത്വം വലിയ പ്രാധാന്യം നൽകുന്ന നഗരസഭയാണ് പാലക്കാട്. ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ കനത്ത തിരിച്ചടിയിൽ നിന്നുള്ള പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ തന്ത്രങ്ങളാണ് പാലക്കാട്ടും പാർട്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. പാലക്കാട് നഗരസഭയിലേക്ക് പാർട്ടിയുടെ ഫയർ ബ്രാൻഡായ ശോഭ സുരേന്ദ്രനെ എത്തിക്കുവാനുള്ള തീരുമാനത്തിലാണ് BJPയും RSSും. നഗരസഭയിൽ വിജയിച്ചാൽ ശോഭ സുരേന്ദ്രൻ തന്നെയാകും 2026 പാലക്കാട് നിയമസഭാ ഇലക്ഷനിലെ സ്ഥാനാർത്ഥി. എന്നാൽ ശോഭയ്ക്കെതിരെ BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രപക്ഷം ശക്തമായി എതിർപ്പുന്നയിക്കുന്നത് കൊണ്ട് തന്നെ ഇത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതിനൊരു മറുവശം കൂടിയുണ്ട്. സുരേന്ദ്രനെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും താഴെ ഇറക്കി ആ കസേരയിൽ ഇരിക്കുവാനുള്ള ശോഭ സുരേന്ദ്രന്റെ സ്വപ്നത്തിനുള്ള തിരിച്ചടിയായി മേയർ സ്ഥാനാർത്ഥിത്വം മാറുവാനുള്ള സാധ്യതയും കാണുന്നു. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പഠിക്കുവാനും സാധ്യതകൾ വിലയിരുത്തുവാനും കേന്ദ്രം ഇന്ത്യയിലെ തന്നെ ഒരു പ്രമുഖ തെരഞ്ഞെടുപ്പ് പഠന ഏജൻസിയെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതിനെ തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുമൊക്കെ ഇത്തവണ തീപാറുമെന്നതിൽ സംശയമില്ല.